എടാ അന്ന് എനിക്കൊരു ഓട്ടോ ഞാൻ പോയിട്ട് വരട്ടാ. എടാ ഒന്ന് പിടിച്ചടാ. നീ മാറിക്കോ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ AG&P പ്രഥം കമ്പനിയിൽ നിന്ന് വരുന്നു. ചേട്ടൻ്റെ വർക്കിനെ ബാധിക്കില്ല, ഞാൻ കൂടെ വന്നോട്ടെ? വന്നോളൂ. ഈ ലോഡ് എങ്ങോട്ടാ? അരൂര് കൊണ്ടുപോകണ്ട. അരൂരാണല്ലേ? ആ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ജോഷി. ജോഷി അല്ലേ? ആ, ജോഷി ചേട്ടാ, വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, ഭാര്യ, കൊച്ചി. എത്രയിൽ പഠിക്കുന്നത്? അവൻ 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിൽ. പിന്നെ ചേട്ടാ ഇപ്പം വീട്ടിലെ വൈഫ് വർക്കിംഗ് ആണോ? ഇല്ല, വൈഫ് വർക്കിംഗ് അല്ല. വൈഫിന് പണിയൊന്നുമില്ല. ആ, ഓക്കെ ഓക്കെ. ചേട്ടനപ്പോൾ എത്ര കൊല്ലമായിട്ട് ഇപ്പം ഈ വണ്ടി ഓടിക്കുന്നു, ഡീസൽ വണ്ടി? ഞാൻ 26 വർഷത്തോളമായി. മൊത്തം 26 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നു? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ? ഇതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. നേരത്തെ ഒരു ടെമ്പോ ഉണ്ടായിരുന്നു, അതും ഡീസൽ വണ്ടി തന്നെ? അതും ഡീസൽ വണ്ടിയാണ്. ചേട്ടാ ഈ ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസും മൈലേജ് ഒക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഡീസൽ വണ്ടി നമുക്ക് ചിലവ് കൂടുതലാണ്, സർവീസൊക്കെ പ്രശ്നങ്ങളാണ്, മൈലേജ് ഇഷ്യൂ ഉണ്ടാകും, പിന്നെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് ഓട്ടത്തിന് നമ്മൾ വണ്ടി ഓടുന്നതനുസരിച്ച് മൈലേജ് വ്യത്യാസം വരാറുണ്ട്. സോ ഡീസലിന്റെ വില ഇപ്പൊ പെട്രോളിന്റെ വിലയായിട്ട് ഏകദേശം അടുത്തായിട്ടുണ്ട്. ചേട്ടൻ ഡെയിലി ആവറേജ് എത്ര രൂപയ്ക്ക് അടിക്കുന്നുണ്ട് ഡീസൽ? ആവറേജ് ഞാനൊരു 1000 രൂപ വരെ ഡീസൽ അടിക്കാറുണ്ട്. ഏകദേശം എത്ര രൂപ ഇതിൽ ലാഭം വരാൻ തോന്നുന്നുണ്ട്? ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഡീസൽ വണ്ടിയല്ലേ കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിലും അങ്ങനെയൊക്കെ പോകുന്നു മാത്രമേ പറയാനൊക്കെ. ചേട്ടനപ്പം ഇനി പുതിയ വണ്ടി വേറെ എടുക്കാൻ നോക്കുന്നുണ്ടോ? നോക്കിക്കഴിഞ്ഞാലേ ഹാർഡ് ബ്ലൂ നിറയ്ക്കുന്ന കൊണ്ടും DPF അടഞ്ഞു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലേ? ഓ, ശരി ശരി ശരി. ജോഷിയേട്ടാ, എന്നിവിടെ തന്നെയാണ് ഇറക്കുന്നത്? അതെ. ആണോ? ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒരു ആലപ്പുഴയൊക്കെ പോകും. അടുത്ത് എന്താ കയറ്റുന്നത്? അത് ഈ കയറിൻ്റെ അവിടെ ഉണ്ട്, ചെമ്മീനൊക്കെ എടുക്കാനായിട്ട് പോകും. ആണല്ലേ? ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇന്ന് ഒരു ദിവസത്തേക്ക് CNGയുടെ വണ്ടി ഇന്നൊന്ന് ഓടിച്ചു നോക്കിയാലോ? സാറേ, ഞാൻ ഡീസൽ വണ്ടി കുറേ നാളെ ട്രൈ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അത് പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇന്ന് ഒരു ദിവസത്തേക്ക്. ശരി, നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈവേയിലാണ് CNG സ്റ്റേഷൻ, അങ്ങോട്ടേക്ക് വരുമല്ലോ? വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണണം. ഓക്കെ, ശരി. ഫ്യൂലടിച്ചിട്ട് പോകാം. ഉറപ്പായിട്ടും. ചേട്ടാ, CNG വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഡീസൽ വണ്ടി പോലെ ശബ്ദവും ബഹളങ്ങളൊന്നും സ്മൂത്തായിട്ട് തന്നെ ഓടുന്നു. ആ, ഓക്കെ. ചേട്ടാ, നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള അതേ മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് നോക്കിയപ്പോൾ?
ആ പമ്പിൻ്റെ അടുത്ത നീഡിൽ അതുപോലെ തന്നെയാണ്. വലിയ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ അവരുടെ യാതൊരു വ്യത്യാസവും കാണും. നല്ല പിക്കപ്പ് ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ നമ്മുടെ മൈലേജിലും വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ. ഈ വണ്ടി ഹെവി ലോഡ് കയറ്റാൻ പറ്റുമോ സാറേ? ഒരു പ്രശ്നവുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോവുകയും ചെയ്യും. മൈലേജിന് അത് ബാധിക്കത്തുമില്ല. ഓഹോ. CNG പമ്പുകൾ എല്ലായിടത്തും ഉണ്ടോ സാറേ? AG ആൻഡ് P പ്രഥം സ്റ്റേഷനുകൾ ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജില്ലയിൽ മാത്രം 15 എണ്ണം ഉണ്ട്. ഓ ശരി ചേട്ടാ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഇവിടെ ഇറക്കിയേക്ക്. ചേട്ടൻ്റെ പരിപാടി നടക്കട്ടെ. ശരി ഓക്കെ. ഓക്കെ ശരി, കാണാം. ചേട്ടാ, അതെ, CNG വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല മൈലേജ്, സൂപ്പർ ഡ്രൈവിങ്, അതുപോലെ തന്നെ കയറ്റങ്ങൾ ഇറക്കങ്ങളെല്ലാം വളരെ സിമ്പിൾ. അപ്പോൾ ചേട്ടൻ ഡീസൽ വണ്ടിയായിട്ട് ഓടിച്ച് നോക്കിയിട്ട് എന്താ തന്നെ തോന്നി? നല്ല സഡൻ പിക്കപ്പ്, ഓടിക്കാൻ സ്മൂത്താണ്, കയറ്റം കയറാനുള്ളപ്പം സൈലൻ്റാണ് വണ്ടി. ഓക്കെ, അപ്പം ചേട്ടൻ എന്തായാലും CNG എടുക്കാൻ തയ്യാറാണോ? ഉടനെ തന്നെ മാറിയാൽ സാർ. ആണല്ലോ. ആണ്. ചേട്ടൻ എന്തായാലും ചേട്ടൻ്റെ ഡ്രൈവർ ചേട്ടന്മാർക്കും കൂടെ പറഞ്ഞേക്കണം. തീർച്ചയായും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. എന്തായാലും അപ്പോൾ കാണാം. വളരെ സന്തോഷം. ജോഷി CNGക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളോ?